അഗ്ലോണിമ ചെടികളും അതിൻ്റെ കെയറും അത് ഭംഗിയായിരിക്കാനുള്ള ടിപ്സുമാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ചെടികളൊക്കെ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നില്ലേ. ഇത് ഇങ്ങനെ ആവാൻ വേണ്ടി നമുക്ക് 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇത് കണ്ടോ നല്ല ബുഷിയാണ്, നല്ല ഗ്രീൻ ലീവ്സ് എല്ലാം ഉണ്ട്. ഈ ചെടികൾക്കൊന്നും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാനേ പാടില്ല, അതായത് ഒട്ടും വെയിൽ തട്ടാൻ പാടില്ല. വെയിൽ തട്ടിയാൽ കണ്ടോ ഇവിടെ കണ്ടോ സൺ ബേണിങ് വന്നിരിക്കുന്ന ഹൈ സൺ ബേൺ ആയിട്ട് ലീഫെല്ലാം ഭംഗി ഇല്ലാണ്ട് ഇതേപോലെ മഞ്ഞായിട്ട് ചെടി മൊത്തം നാശമായി പോകും. എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിനെ ഫുള്ള് ഇൻഡോർ ആയിട്ട് വെച്ചാൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടണം. അതേപോലെ നനയ്ക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ്. റെഗുലറായി ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യണം, അതായത് മാസത്തിൽ 2 തവണ നിങ്ങൾക്ക് ചെയ്യാം. ഈ ചട്ടിയിൽ വളരുന്ന ചെടികളാകുമ്പോഴേ നമ്മൾ അഡീഷണലായി ആഡ് ചെയ്യുന്ന സംഭവങ്ങളെ അവർക്ക് ന്യൂട്രിയൻസ് കിട്ടുള്ളൂ. കാരണം ആ ഉള്ള മണ്ണിലെ ന്യൂട്രിയൻസ് എല്ലാം ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്കത് ചെയ്യാം. വളരെ കുറച്ച് NPK വെള്ളത്തിൽ അലിയിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സീവീഡ് സൊല്യൂഷനും ഒഴിക്കാം. അത് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ്. സീവീഡ് സൊല്യൂഷനോ അല്ലെങ്കിൽ NPKയോ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും റെഗുലറായി ചെയ്യണം, അപ്പോഴേ ചെടി ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. മാസത്തിൽ അതിന് ഫെർട്ടിലൈസ് ചെയ്യുക, വെള്ളം കറക്റ്റായി ഒഴിക്കുക. ഞാൻ എന്നും വെള്ളം ഒഴിക്കും കേട്ടോ, കുറേശ്ശെ വെള്ളം ഒഴിക്കും. ആഴ്ചയിലൊരിക്കൽ വേറൊരു കാര്യം കൂടെ ചെയ്യും. ഈ അഗ്ലോണിമ ചെടികളൊക്കെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് ഇവരുടെ ഹാബിറ്റാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയിലൊരിക്കൽ ഇതിനെ പുറത്തെടുത്ത് വയ്ക്കും. സിറ്റ് ഔട്ടിലാണ് സാധാരണ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വയ്ക്കും, ആ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്.